യോഹന്നാന്റെ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നീതിമാന്റെ വഴി ചൊവ്വുള്ളതാകുന്നു, നീ നീതിമാന്റെ പാതയെ ചൊവ്വായി നിരത്തുന്നു. അതേ യഹോവേ, ഇത് ന്യായാവിധികളുടെ പാതയിൽ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. ഒരു ന്യായവിധി ഉണ്ട്, ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് സത്യമായി നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ന്യായവിധി നടക്കും. എപ്പോഴാണ് ന്യായവിധി നടക്കുന്നത്? യേശു കർത്താവിൻ്റെ വരവിൽ ഒരു ന്യായവിധി നടക്കും. ഈ ന്യായവിധി ഈ ലോകത്തിൽ ഒത്തിരി സഭകളും സംഘടനകളും പലതും പറഞ്ഞ് എടുത്ത് പേര് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഞാൻ പോകും, നിങ്ങൾ അങ്ങനെ പോകരുത്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു, ആമേൻ. അങ്ങനെ എല്ലാം പറയുമ്പോൾ ഈ ന്യായവിധിയുടെ സമയത്ത് ചിലത് തിരിച്ചറിയും. ഹല്ലേലൂയ. ഒരു പരീക്ഷ നടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ വിജയവും തോൽവിയും റിസൾട്ട് വരുമ്പോഴാണ് അറിയുന്നത്. എഴുതുന്ന സമയത്ത് അറിയത്തില്ല. എഴുതുന്ന സമയത്ത് എല്ലാം റെഡിയാണ്, 100ക്ക് 100 മാർക്കും കിട്ടുമെന്ന് പറഞ്ഞങ്ങ് എഴുതും. പക്ഷേ റിസൾട്ട് വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ തിരിച്ചറിയും. ഒന്ന് തോൽവി, 2 വിജയം. ഏതാണോ ഹല്ലേലൂയ അവിടെ വെളിപ്പെടുന്നത് റിസൾട്ട് വരുമ്പോൾ. എന്നാൽ യേശു കർത്താവിൻ്റെ വരവിലും ഇത് സംഭവിക്കുന്നു. ഒരു ന്യായവിധി നടക്കപ്പെടും. ഈ ന്യായവിധി നടക്കപ്പെടുന്ന സമയത്ത് ഹല്ലേലൂയ സ്വർഗത്തിൽ ആമേൻ ആമേൻ അവൻ്റെ മകനായി മകളായി പർദീസയിൽ ഇരിക്കുവാൻ യോഗ്യരാരെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമുക്ക് പറയുവാൻ ഹല്ലേലൂയ കഴിയണം, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പർദീസയിൽ ഒന്ന് വിശ്രമിക്കുവാൻ ഞാൻ മാക്സിമം വിശുദ്ധി കാത്തു ജീവിക്ക്, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതുവരെ നമുക്ക് കരമടി വന്നില്ല, ഇനി കരമടിച്ചിട്ടാണ് ആരാധിക്കുന്നത് പോകുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ കരമടിച്ച് സ്തുതിച്ച് ആരാധിച്ചാട്ട്, ഓ സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് സ്തുതിച്ചാട്ട്, ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ട് ഒരു ന്യായവിധി നടക്ക്. കർത്താവേ, അത് ഞാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ആ ന്യായവിധി നടക്കുമ്പോൾ ഹല്ലേലൂയ ഈ ന്യായവിധിയിൽ ഹല്ലേലൂയ കർത്താവേ എന്നെ മകനാക്കി മകളാക്കി മാറ്റുമോ, എനിക്ക് പർദീസയിൽ ഇരിക്കുവാനുള്ള ഒരിടം ലഭിക്കുമോ എന്ന് സംശയം കൂടാതെ വിശ്വസിക്കുന്നവര്, അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട് സംശയം കൂടാതെ വിശ്വസിക്കുന്നവര്, അന്യഭാഷകളിൽ ആരാധിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ആരോ വന്നുകൊണ്ട് ഹല്ലേലൂയ 2 പ്രസംഗം നടത്തി എന്നെ എടുത്ത് ചവിട്ടിപ്പൂത്തി കുഴിക്കകത്ത് വച്ചിട്ട് പോകുന്നതിലല്ല, ഹല്ലേലൂയ എന്റെ മേൽ പകർന്ന ഈ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ഞാൻ വിലയോടെ കാണുകയാണ്. ഞാനിത് പ്രാപിക്കുവാൻ വേണ്ടി ധാരാളം കഷ്ടതകൾ അനുഭവിച്ചു, ധാരാളം ഞാൻ ഉപവസിച്ചു, ധാരാളം ഞാൻ പ്രാർത്ഥിച്ചു. എന്റെ പഴയ ദുർനടപ്പ് ഞാൻ ഉപേക്ഷിച്ചു, എന്റെ പഴയ പ്രവർത്തികളെ ഞാൻ ഉപേക്ഷിച്ചു. ഈ കുടമൊന്ന് ഉടഞ്ഞിട്ട് പന്തം തെളിയണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചു. അത് ദൈവത്തോട് ഞാൻ നീണ്ട നാൾ പ്രാർത്ഥിച്ചു, നീണ്ട നാൾ ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. അപേക്ഷയ്ക്ക് എനിക്കൊരു മറുപടി തന്നു. ഞാൻ വിശ്വസിച്ചു. ജ്ഞാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചില്ല എങ്കിൽ ഞാൻ സ്വർഗരാജ്യത്തിനുള്ളതല്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ, ആമേൻ. സ്വർഗരാജ്യത്തിന്റെ മുത്താകാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ന്യായവിധിയിൽ ഒന്നുകൂടി തിരിച്ചറിയുവാൻ ഒരു ന്യായവിസ്താരണമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. അവിടെ ഞാൻ ആര് എന്ന് തിരിച്ചറിയുവാൻ ഞാൻ ഒന്നുകൂടി വിശുദ്ധിക്ക് വേണ്ടി തീരുമാനമെടുക്കും. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചോ. ആമേൻ 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 ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ ആമേൻ. ഇറങ്ങി വരുമ്പോ ഒരു സ്പിരിറ്റ് കാണും ചിലർക്ക്. അത് ഹല്ലേലൂയ ചില ദിവസം ചില ആഴ്ചകൾ കഴിയുമ്പോൾ നിന്നു പോകും. അത് ദൈവിക ആരാധനയല്ല. ഹല്ലേലൂയ ഒറ്റ തീരുമാനം, ഒറ്റ പ്രതിഷ്ഠ. ഹല്ലേലൂയ ഞാൻ വന്നതെങ്ങനെ, ഇപ്പൊ ഞാൻ എന്തായി മാറി. ഈ അവസ്ഥ ഓർത്ത് ഞാൻ എൻ്റെ യേശുവിനെ മുറുകെ പിടിക്കും, ലക്ഷ്യത്തോടെ ഞാൻ ആരാധിക്കും. വായിക്കാത്താട്ട് നിന്റെ നാമത്തിനായിട്ടും നിന്റെ സ്മരണയ്ക്കായിട്ടും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിനും ഹല്ലേലൂയ അതിന്റെ സ്മരണയ്ക്കായും ഞങ്ങളുടെ ഉള്ളം വാഞ്ചിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ ഉള്ളത്തിന് ദാഹമുണ്ടാകണം. ഉള്ളത്തിൽ ദാഹമുണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവിനെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ.
ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഞാൻ എവിടെ വീഴുന്നു മരിക്കുന്നു, ഞാൻ എവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു? ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ അത് അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ധരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഈ ലോകത്തിലെ ദുഷ്ടാത്മ സേനകൾക്ക് കൊടുക്കത്തില്ല. ദൈവം ഇരുത്താമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുത്തുക തന്നെ ചെയ്യും. അങ്ങനെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കാലം ഒന്നുകൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതിന്റെ 19 കടന്നു വരിക. ആമേൻ ആമേൻ, സ്തോത്രം. അതേ വാക്യം തന്നെ യെശയ്യാ പ്രവാചകന്റെ 26 തന്നെ 19 വാക്യം ഒന്ന് വായിക്കാം. ഒന്നുകൂടി. നിന്റെ വൃദ്ധന്മാർ ജീവിക്കും, നിന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. അല്ലേ, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. നമ്മളിപ്പോ എവിടെയാ? ഹല്ലേലൂയ, പൊടിയിൽ കിടക്കുക. ഉണർന്ന് ദൈവത്തെ ഘോഷിക്കണം. ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഹല്ലേലൂയ, ആരാധനാലയങ്ങളിൽ ഉണർവൊന്നും വേണ്ട. അവരെന്തെങ്കിലും ഇന്നലെ രാത്രിയിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചതോ എന്തെങ്കിലും ഒന്ന് പ്രസംഗിക്കും. ഇത് കേട്ടുകൊണ്ട് ഹല്ലേലൂയ വന്നതുപോലെ നമ്മൾ അങ്ങ് പോകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഉണർവ് പ്രാപിക്കണം. ഉണർന്ന് ദൈവത്തെ ഘോഷിക്കണം. ഉണർവോടുകൂടി ദൈവത്തെ ഘോഷിക്കണം. ആത്മാവിന്റെ ഉണർവിൽ ദൈവത്തെ ഘോഷിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഉണർവിൽ ഘോഷിക്കണം. ആ ഒരു ഹല്ലേലൂയ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രാജാവുള്ളിടത്ത് രാജ കോലാകാലമുണ്ട്, ആത്മാവുള്ളിടത്ത് ആത്മപ്രഭാതമുണ്ട്, യേശുവുള്ളിടത്ത് ആത്മാവുണ്ട്. ആത്മാവിന്റെ പ്രഭാതം ഒഴുകട്ടെ, ആത്മാവിന്റെ പ്രഭാതം ഒഴുകട്ടെ. എല്ലാ വായ്കളും തുറന്നുകൊണ്ട് അല്പസമയം ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചാട്ടെ. ദൈവകൃപയിൽ ആരാധിച്ചാട്ടെ. ആരാധിക്കാൻ വന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ചോ. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ, ആരംഭത്തിലെ ഒരു ദൈവശക്തി ഇറങ്ങി വന്ന് അതിനെ അതേ റേഞ്ചിൽ കയറ്റി. ഓ റീവൽ കബനഗഡഗസിയ ഉടമാരഗനഗഡകൽക്കനാരി യേശുവിന്റെ നാമത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ആത്മാവിന്റെ നിറവോടെ ആരാധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവന്റെ ആത്മാവിനെ പ്രാപിക്കാൻ ഉള്ളത്തിനൊരു വാഞ്ചയുണ്ടോ? ഉള്ളത്തിൽ ദാഹമുണ്ടോ? അങ്ങനെ ഉള്ളവരെല്ലാം കരമടിച്ചുകൊണ്ട് പിശാച് ആ സഹോദരൻ പറഞ്ഞു കേട്ടല്ലോ, പഴയതിനെ എടുത്തുകൊള്ളുവാൻ. ഇനി ആർക്കാ തിരിച്ചറിഞ്ഞുകൂടാത്തെ? പഴയതെന്ന് പറഞ്ഞ എന്നതാ? അളിഞ്ഞതാ, നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ നാറ്റം ഭവിച്ചത്. ഇപ്പോ നമ്മൾ നാറ്റത്തിൽ നിന്ന് മണത്തിലേക്ക് വന്നു. ഈ മണത്തിലേക്ക് വന്നപ്പോ പരിശുദ്ധാത്മാവാകുന്ന മണം നമ്മൾ പ്രാപിച്ചപ്പോ പിശാച് പറയുകയാണ്, നീ എറിഞ്ഞതിനെ എടുത്തുകൊള്ളുക. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എറിഞ്ഞതിനെ എടുക്കാൻ പറയുമ്പോൾ തന്നെ തിരിച്ചറിയണ്ടേ, ഇപ്പോ ഞാൻ നിൽക്കുന്നതും ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പേ നിന്നതും എങ്ങനെയായിരുന്നു. ഹല്ലേലൂയ, എല്ലാവരും കരമടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഹല്ലേലൂയ, നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണമെന്ന് ആശീർവാദത്തിന്റെ ടൈമിലേക്ക് കടന്നു വരുവാൻ വളരെ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ വായ്, ഹല്ലേലൂയ, ആത്മാവിൽ വായ് തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, പിശാച് തന്ത്രപൂർവം ഹല്ലേലൂയ കവിശക്കാലനായി കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ, സൂത്രക്കാരനായി കടന്നു വരുന്നുണ്ട്. അവന്റെ കൗശല വാക്കുകൾക്ക് അതേ സഹോദര സഹോദരി, ഓ നിന്റെ ചെവി പോകരുത്, നിന്റെ ശ്രദ്ധ പോകരുത്. ഹല്ലേലൂയ, എറിഞ്ഞതിനെ എടുത്തുകൊള്ളുവാൻ പറഞ്ഞ് പിശാച് കടന്നു വരുമ്പോ നീ ഇപ്പോൾ പുതിയത് പ്രാപിച്ചിരിക്കുന്നത് പിശാച് കണ്ടു. ഇപ്പോ നിന്റെ തുരുത്തിക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു. ഓ നിന്റെ തുരുത്തിക്കകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു. പുറത്ത് കിടന്ന കൽപ്പാത്രമായിരുന്നു, ആ കൽപ്പാത്രത്തിൽ നിറച്ചത് വീഞ്ഞായി മാറിയത് കൊണ്ട് പിശാച് പറയുകയാണ്, നീ എറിഞ്ഞതിനെ എടുത്തുകൊള്ളാൻ. ആ എറിഞ്ഞ പിശാചിനെ, എറിഞ്ഞ പോരാട്ടത്തെ, എറിഞ്ഞ ഹല്ലേലൂയ ആമേൻ പഴയ ജീവിതത്തെ, എഴിഞ്ഞ പഴയ പ്രവൃത്തിയെ എടുത്തുകൊള്ളുവാൻ പിശാച് നിന്നോട് പറയുമ്പോ, ഓ യേശുവിന്റെ നാമത്തിൽ നീ എന്നെ ശാസിക്കണം. ശക്തിയോടെ ആരാധിച്ചോ, ശക്തിയോടെ ആരാധിച്ചാട്ട്, ആത്മാവിന്റെ നിറവിൽ ആരാധിച്ചാട്ട്, പുതിയതൊന്ന് പ്രാപിച്ചെടുക്കുവാൻ യഹോവ നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളും ആഗ്രഹിക്കണം. ആഗ്രഹമുള്ള ഉള്ളത്തെ തൃപ്തിപ്പെടുത്താമെന്നാണ് യേശു പറഞ്ഞത്. ആഗ്രഹം ഉണ്ടാകണം, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? പുതിയതൊന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഹല്ലേലൂയ. ശത്രുവ് കടന്നു വന്ന് പോരാടുമ്പോ ഹല്ലേലൂയ എഴുന്നേറ്റ് മുട്ടുമേൽ നിൽക്കണം. മുട്ടുമേൽ നിന്നിട്ട് പ്രാർത്ഥിച്ച് ജയമെടുക്കണം.
തലവഴിയെ കമ്പിളിയും വലിച്ചു മൂടിയിട്ട് പുതച്ചു കിടന്ന് ഉറങ്ങുന്നതല്ല. അല്ലെങ്കിൽ മുട്ടിമേൽ നിന്നിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ആത്മാവിനെ ദുരാത്മാവിനെ തിരിച്ചറിയണം. ഈ കാലഘട്ടങ്ങളിൽ ജനത്തിന് തിരിച്ചറിയത്തില്ല. വെളിച്ചപ്പാടന്മാരെ അടുക്കൽ അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പോകുന്ന എത്രയോ സ്ഥലങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ധാരാളം സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ പോകുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയാതെ ഓരോന്നിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പോകുന്ന പാരമ്പര്യത്തിൽ കിടക്കുന്ന വ്യക്തികൾക്ക് മീതെ പരിവർത്തിക്കുന്നത് പിശാചാണെങ്കിൽ പാരമ്പര്യം വിട്ടിറങ്ങി വന്ന തന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവാകട്ടെ, പരിശുദ്ധാത്മാവാകട്ടെ. അത് തീവാലേ. ശക്തിയോടെ ആരാധിക്ക്, ശക്തിയോടെ ആരാധിക്ക്, ശക്തിയോടെ ആരാധിക്ക്. തമ്മിൽ സ്നേഹമുണ്ടാകുവാൻ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചില്ലേ? ആ സ്നേഹം നമുക്കുണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം നമ്മുടെ കൂടെ എത്രയോ പേർ കടന്നു വന്ന് തിരുവാലയത്തിൽ ആരാധിക്കുമായിരുന്നു. ആ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് പോൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ 2 വീലർ വാഹനമാകാം, 3 വീൽ വാഹനമാകാം, 4 വീൽ വാഹനമാകാം, ഏത് വാഹനം നിങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾ ആമേൻ ആമേൻ വളരെ ശാന്തമായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾ വാഹനം എടുത്തു ഓടുവാൻ. ഇതിനകത്ത് വാഹനം ഓടിക്കുന്നവരാണ് എല്ലാവരും. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. കുരിശു വരയ്ക്കുവാനല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ 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 ആമേൻ. രക്തത്താൽ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്റെ വാഹനത്തെ കാക്കണമേ, എന്നെ കാക്കണമേ, എന്റെ വാഹനത്തിൽ കയറുന്ന വ്യക്തികളെ കാക്കണമേ. ദുർഘടങ്ങളെ നിരപ്പാക്കി